കൊച്ചി അയ്യൻകുഴിയിൽ വീണ്ടും പുക പടർന്നു. ശ്വാസതടസ്സവും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടു എന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ നാട്ടുകാർ അമ്പലമുകൾ റോഡ് ഉപരോധിക്കുകയാണ്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ, പ്രദേശവാസികൾ കടക്കുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത് നിതിൻ? റിജിത്ത്, കാലങ്ങളായി വലിയ ദുരിതത്തിലാണ് അയ്യൻകുഴി നിവാസികൾ കഴിയുന്നത്. നമുക്കറിയാം, വർഷങ്ങളായി അവർ വലിയ പ്രയാസം, ഈ വിഷപ്പുക ശ്വസിച്ച് അവർ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ശ്വാസതടസ്സവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നു എന്നാണ് ഇവരുടെ പരാതി. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ വീണ്ടും പുക പടർന്നതായി നാട്ടുകാരെല്ലാം തന്നെ പറഞ്ഞത്. ഇപ്പോൾ രാത്രി അല്പസം തന്നെ ഈ പ്രദേശത്തെ റോഡ്, അമ്പലമുകൾ റോഡ് അവർ ഉപരോധിച്ചു. ഇപ്പോഴും നാട്ടുകാരടക്കം ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. പോലീസ് എത്തി ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം നടത്തിവരികയാണ്. എന്തായാലും നാട്ടുകാരിൽ പലരും മാസ്കൊക്കെ ധരിച്ചാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായത്. നമുക്കറിയാം, BPCLന്റെയും അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡിന്റെയും ഇടയിൽ ഏതാണ്ട് 43 കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. വലിയ തരത്തിലുള്ള ഈ വിഷപ്പുക ഈ വൈകിട്ടോട് തന്നെ ഇവിടെ പടർന്നു എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. അതിനുശേഷമാണ് ഇവിടെ വലിയ പ്രതിഷേധം എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തെല്ലാം തന്നെ ഉയർന്നത്. ഇപ്പോൾ പോലീസ് എത്തി ഈ റോഡ് ഉപരോധത്തിൽ പിന്മാറണം എന്നൊരാവശ്യമാണ് എന്തായാലും ഉന്നയിച്ചിരിക്കുന്നത്. പ്രദേശവാസികളോട് എന്തായാലും ചോദിക്കാം. ചേട്ടാ, വൈകിട്ട് എത്ര മണിയോടെയായിരുന്നു ഈ പുക പടർന്നത്? 7:30 ഉണ്ടാവും. 7:30 8 മണി ഈ സമയത്ത്. എന്തായിരുന്നു സംഭവം? ഭയങ്കര പുകയും ശ്വാസതടസ്സം, ശ്വാസം മുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ചെറിയ തലകറക്കം ഉണ്ടായി. അങ്ങനെ ശ്വാസം മുട്ടും ഇതൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. ഇതിൽ പ്രദേശത്തെ പലർക്കും ഇത്തരത്തിൽ തലകറക്കമടക്കം അനുഭവപ്പെട്ടിരുന്നു. അവരെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ വലിയ ആശങ്കയിലൂടെയാണ് കഴിയുന്നത്. എന്തായാലും ഈ പ്രദേശത്തെ വാർഡ് മെമ്പറോട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടാം. എന്തായിരുന്നു കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾ ഇവിടെ റോഡ് ഉപരോധം നടത്താൻ തീരുമാനം? ഒരു 6 മണി മുതൽ ഭയങ്കരമായിട്ട് പുക വരികയും ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. ശ്വാസമുട്ട് അനുഭവപ്പെട്ടു. ഈ റോഡ് എന്നല്ല, അമ്പലമുകൾ പ്രദേശം മുഴുവൻ പുക നിറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതലായിട്ട് വന്നത് അയ്യൻകുഴി പ്രദേശത്താണ്. എന്നാൽ HOCയുടെ വിളിച്ചു പറഞ്ഞപ്പോൾ HOCയുടെ അല്ലെന്ന് അവർ പറഞ്ഞു. അതേപോലെ തന്നെ BPCL നമ്മൾ ഈ വിവരം അറിയിച്ചപ്പോൾ അവരുടേതും അല്ലെന്ന് അവർ പറയുന്നു. പിന്നെ നമുക്കിത് ഏത് കമ്പനിയുടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മളോട് കണ്ടുപിടിക്കാനാണ് അവരാവശ്യപ്പെടുന്നത്. അപ്പം നമ്മളിതെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്തെ ആളുകൾ അനുഭവപ്പെടുന്നത്. വർഷങ്ങളായി അനുഭവിക്കുന്ന ഒരു ദുരിതമാണ്. അപ്പോൾ ഇതെന്തൊരു പരിഹാരം? ഏറെയായി നമ്മൾ ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പോലീസ് വന്ന് ചർച്ച നടത്തി. എന്താണ് പോലീസ് അവർ പറഞ്ഞേക്കുന്നത്? ഒരു ചർച്ചയ്ക്ക് നമുക്ക് ഉടൻ ഇരിക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ, അങ്ങനെ തിങ്കളാഴ്ചത്തോടുകൂടി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ 2 ദിവസം അവധിയാണല്ലോ ഇനി. അപ്പോൾ പലർക്കും പറഞ്ഞിട്ടുണ്ട്, തലയുറ്റിലടക്കവും അതുപോലെ തന്നെ ദേഹാസ്വസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മുമ്പ് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. പല പ്രാവശ്യം പുക നിറയുകയും അതുപോലെ തന്നെ വെള്ള നിറത്തിലെല്ലാം പൊടി, കരിപ്പൊടി ഒക്കെ വീണിട്ടുണ്ട്. വസ്ത്രങ്ങൾ കഴുകിടുമ്പോൾ അതിൻ്റെ മേളിലൊക്കെ പൊടി വീണിട്ടുണ്ട്. അപ്പോഴൊക്കെ ആളുകൾക്ക് ദേഹമൊക്കെ ചൊറിയിലും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല നിലവിൽ. കഴിഞ്ഞ പ്രാവശ്യം ആളുകളെ ശ്വാസമുട്ട് അനുഭവപ്പെട്ടിട്ട് ആളുകളെ കൊണ്ടുപോയി ഒരു കനത്ത മൂടൽമഞ്ഞിന് സമാനമായ നിലയിലാണ് ഏതാണ്ട് ഈ അമ്പലമുകൾ റോഡിൽ നിന്നും ഏതാണ്ട് 200 മീറ്റർ ഉള്ളിലുള്ള അയ്യൻകുഴി പ്രദേശത്തെ ആളുകൾ അനുഭവിക്കുന്നത്. ഇത്തരത്തിൽ കടുത്ത മൂടൽമഞ്ഞ് സമാനമായ പുക, ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം എന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചവരുടെ കാലങ്ങളായുള്ള പ്രതിഷേധമാണ്. അത് ഒരു ഘട്ടത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവിടെയുള്ള ആളുകൾ മുമ്പ് വന്ന പ്രതികരണങ്ങളിലാണെങ്കിൽ അവർക്ക് ഈ കിണറുകളിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു ജനവിഭാഗമാണ്. അവിടെ നിന്ന് പല ആളുകളും താമസം മാറി മറ്റ് വാടക വീടുകളിലേക്കൊക്കെ മാറുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ പോയിരുന്നു. എങ്ങനെ ഈ വിഷയം ഏറ്റെടുക്കാനാണ്, മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ആലോചിക്കുന്നത്? റിജിത്ത്, പലതവണ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു പ്രശ്നപരിഹാരം ഇതുവരെ, ശാശ്വതമായ പരിഹാരം എന്തായാലും ഇതുവരെ ഇവർക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 43 കുടുംബങ്ങളാണ് ഈ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസിന്റെയും അതോടൊപ്പം തന്നെ BPCLന്റെയും ഇടയിൽ, ഈ ഒരു മതിൽക്കെട്ടിൽ ഇടയിൽ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിഷപ്പുക ശ്വസിച്ച് ഏതാണ്ട് 40 വർഷത്തോളം അവർ കഴിയുന്നു എന്നാണ് ഇവരടക്കം പറയുന്നത്. അതുകൊണ്ട് ഏത് നിലയിലുള്ള ഒരു ചർച്ചയിലൂടെ ഈ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. നിലവിലിപ്പോൾ റോഡ് ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നാട്ടുകാരടക്കം ഇവിടെ കൂടി നിൽക്കുകയാണ്. മാസ്ക് ഒക്കെ ധരിച്ചാണ് ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത്. പോലീസ് എത്തി ഇവിടുത്തെ ഇപ്പോൾ ഈ റോഡ് ഉപരോധം പിന്മാറണമെന്ന് എന്തായാലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏത് നിലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശവാസികൾ ഈ ചർച്ചയിലൂടെ ഈ പ്രശ്നപരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന ചോദ്യമാണ് എന്തായാലും ഉന്നയിക്കുന്നത്. നിലവിലിപ്പോൾ നാട്ടുകാർ ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. പലർക്കും ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതുവരെ ആരെയും ഇവിടുന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. പക്ഷേ ശ്വാസതടസ്സമടക്കം അനുഭവപ്പെടുന്നു, ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഉണ്ടെന്നാണ് നാട്ടുകാർ എന്തായാലും ഇവിടുന്ന് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. റിജിത്ത്. ശരി, നിതിൻ അംബുജൻ സംഭവ സ്ഥലത്ത് നിന്ന്, അയ്യൻകുഴിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അയ്യൻകുഴിയിൽ വീണ്ടും പുക പടർന്നതോടുകൂടി വലിയ ശ്വാസതടസ്സവും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏറെ നാളായി അവർ ഉയർത്തുന്നൊരു പ്രശ്നമാണ്. അതിൽ പക്ഷേ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നെങ്കിലും ഒരു പരിഹാരമില്ലാതെ അത് തുടരുകയാണ്. പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. നിതിൻ അംബുജൻ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.